ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഭൂഖണ്ഡങ്ങളിലൂടെ എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിലെ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളതെന്നും ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഭൂഖണ്ഡങ്ങളിലൂടെ ഇവിടെ ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മതേയി. ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക് അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റിവന്നു. കടൽ ഒറ്റക്ക് ക്ഷണിച്ചപ്പോൾ കമാൻഡർ അഭിലാഷ് ഡോമി എഴുതിയ ഒരു ചെറിയ ഭാഗമാണ് ഇത്. അപ്പോൾ കാടും കടലും ഒക്കെ, അല്ലെങ്കിൽ കടലും എന്താണ്, കടലിലൂടെ യാത്ര ചെയ്തിട്ട് അവരെത്തിച്ചേർന്ന ഒരു യാത്രയെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കടൽ ഒറ്റക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട യാത്രാനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ് ടോമി നമ്മോട് പങ്കുവെക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റിവന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അദ്ദേഹം. സമുദ്രങ്ങളിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ പൂമുഖത്ത് തനതു സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പരം ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കമാൻഡർ അഭിലാഷ് ടോമി ലോകം ചുറ്റി വന്നതുപോലെ നമുക്കും ഈ ലോകസഞ്ചാരം നടത്തിയാലോ? അപ്പോൾ നമ്മൾ എന്താണ്, അദ്ദേഹം പോയത് കപ്പലിലാണ് പോയത്, പക്ഷെ നമ്മളിവിടെ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് ലോകം ചുറ്റാൻ വേണ്ടി പോകുന്നത് എന്ന് മാത്രം. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളാവുന്നതാണ്. ഓരോ ഭൂഖണ്ഡത്തിനും തനതായ ഭൂമിശാസ്ത്ര സവിശേഷതകളുണ്ട്. അവ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എന്നും അവയുടെ സവിശേഷതകൾ എന്താണെന്നും നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാം. ഇവിടെ ചുവടെ തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ ഏതൊക്കെയാണുള്ളത് ഭൂഖണ്ഡങ്ങൾ. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഇത്രയുമാണ് ഇവിടെ ഭൂഖണ്ഡങ്ങളായിട്ട് വന്നിട്ടുള്ളത് അല്ലേ. ഒന്നും കൂടെ പറയാം, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, കറക്റ്റ് ചെയ്തുതരാം. ഒന്നാമത്തേത് ഏതാണ്? ഒന്നാമത്തേത് ഏഷ്യ അല്ല, ഇതേതാണ്? ഇത് വടക്കേ അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് വടക്കേ അമേരിക്ക എന്ന് എഴുതി കൊടുക്കുക. വടക്കേ അമേരിക്ക. അതുപോലെ തന്നെ ഇതേതാണ്? ഇത് തെക്കേ അമേരിക്കയാണ്. ഇത് തെക്കേ അമേരിക്ക. ബാക്കിയെല്ലാം കറക്റ്റാണ്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഇത്രയുമാണ് നമുക്ക് ഭൂഖണ്ഡങ്ങളുള്ളത്. എത്രയാണ്? 7 ഭൂഖണ്ഡങ്ങളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ വലുപ്പത്തിൽ ഒന്നാമനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡങ്ങൾ എന്ന് നമുക്ക് അറിയാം. ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അതിരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിഴക്ക് എന്ന് പറയുന്നത് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പാണ്, വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് ഇന്ത്യൻ സമുദ്രം. ഇങ്ങനെയാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം നിലനിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഏഷ്യ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. ഇനി അടുത്തത് ഇവിടെ കാണുന്നുണ്ട് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ആർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, അന്റാർട്ടിക്ക എന്നിവയെല്ലാം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അല്ലേ. ഇനി ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത്? ഏത് ഭാഗത്താണ്? പടിഞ്ഞാറ് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത്. ആ കര അതിർത്തി യൂറോപ്പാണ്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക, യൂറൽ പർവ്വതനിര. ഇനി ഏഷ്യയിലെ ഏതാനും ഭൂപ്രകൃതി സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. ഇതാണ് യൂറൽ പർവ്വതനിര എന്ന് പറയുന്നത്. ഇതാണ് ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്
എവറസ്റ്റ്, അത് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതം, അത് ഏഷ്യയിലാണ് ഉള്ളത്. ഇനി അറ്റ്ലസ് ഉപയോഗിച്ച് ഹിമാലയ പർവ്വതത്തിലെയും മറ്റു പർവ്വതങ്ങളുടെയും സ്ഥാനം കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചറുടെ സഹായത്തോടു കൂടി അറ്റ്ലസ് ഉപയോഗിച്ച് നിങ്ങളത് നോക്കാം. ഇനി പർവ്വതങ്ങൾ കൂടാതെ ഇവിടെ മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നു. യാങ്ങിസ് ആണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി എന്ന് പറയുന്നത്. ഏതാണ്? യാങ്ങിസ്. ഇനി എന്താണ് മരുഭൂമികൾ എന്ന് പറയുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളെന്നും അതിശൈത്യം അനുഭവപ്പെടുന്ന ശീത മരുഭൂമികളെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ശീത മരുഭൂമികളിൽ നല്ല തണുപ്പായിരിക്കും, ഉഷ്ണ മരുഭൂമികളിൽ ചൂട് നന്നായിട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഇനി എന്താണ് സമതലങ്ങൾ എന്ന് പറയുന്നത്? ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ ഫലഭൂയിഷ്ടങ്ങളാണ്. അടുത്തത് പീഠഭൂമികളാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇനി ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ചിത്രങ്ങൾ നോക്കി ഇവ ഏതാണെന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്? പർവ്വതങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. മഞ്ചൂരിയൻ എന്ന് പറയുന്നത് ഏഷ്യയിലെ സമതലമാണ്. ഇനി ഥാർ എന്ന് പറയുന്നത് മരുഭൂമിയാണ്. ലഡാക്ക് എന്ന് പറയുന്നത് ശീതമരുഭൂമിയാണ്. യാങ്സി എന്ന് പറയുന്നത് താഴ്വരയാണ്. ഡക്കാൻ എന്ന് പറയുന്നത് പീഠഭൂമിയാണ്. അപ്പോൾ അവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഹിമാലയം എന്ന പർവ്വതം, മഞ്ചൂരിയൻ സമതലം, ഥാർ മരുഭൂമി. ഇത് 3 നമുക്ക് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭൂപ്രകൃതി പോലെ വളരെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്കു ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. ഭൂമധ്യരേഖ പ്രദേശമായതിനാൽ തെക്കു ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമാണ് കാലാവസ്ഥ. മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഏഷ്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. വളരെ വൈവിധ്യമുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, സൈബീരിയ എന്ന് പറയുന്നത് അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഇനി അറേബ്യൻ മരുഭൂമി, അറേബ്യയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഇനി മൗസിറ്റം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏഷ്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി സസ്യജന്തുജാലങ്ങൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്. കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ കാണപ്പെടുന്നു. ഏഷ്യയിലെ ചില സസ്യജന്തുജാലങ്ങളാണ് റെഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, ചുവന്ന പാണ്ട എന്നിവയൊക്കെ. ഇനി ഇവിടുത്തെ ജനജീവിതം എങ്ങനെയുള്ളതാണ്? ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ലോക ജനസംഖ്യയുടെ 60% ഏഷ്യയിലാണുള്ളത്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് ഇവിടം. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട്. ഇനി സാവന്നയും സഹാറയും കോങ്കോ തടവും കടന്ന് എന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത്. അഥവാ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇവ 3 കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് ഗ്ലോബിൻ്റെ സഹായത്തോടു കൂടി കണ്ടെത്താം. ഇവിടെ വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ ഭൂഖണ്ഡത്തിലുള്ളത്. ഏതാണ്? ഭൂപടത്തിൽ നിന്നും 7.1 നിന്നും ആഫ്രിക്കയുടെ സ്വഭാവ അതിരുകൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അവിടെ എന്താണ് ആഫ്രിക്കയിലുള്ളത്? കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും, പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം, വടക്ക് മെഡിറ്ററേനിയൻ കടല്, തെക്ക് അറ്റ്ലാന്റിക് അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രങ്ങളുടെ സംഗമ സ്ഥാനവുമാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ഈ ഒരു ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിനുള്ളത്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണിത്. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകളാണ്. സഹാറയും കോങ്കോ തടവും അറ്റ്ലസിന്റെ സഹായത്തോടു കൂടി തിരിച്ചറിയാൻ വേണ്ടി നമ്മളെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നെയിൽ ഉള്ളത് ഈ ഒരു ഭൂഖണ്ഡത്തിലാണ്.
ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പർവ്വതനിരയാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കെനിയ, യെമിൻ, മെരു എന്ന് പറയുന്ന, പെയ്ക്കർ എന്ന് പറയുന്ന ഒരുപാട് മലനിരകൾ അവിടെ കാണപ്പെടാൻ കഴിയുന്നുണ്ട്. ഇനി സഹാറ മരുഭൂമിയെ കുറിച്ചാണ് പറയുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. വിശാലമായ മണൽമേടുകളും പാറകളും നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരും സഹാറയുടെ സവിശേഷതകളാണ്. ഇനി ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഇവിടെ വർഷം മുഴുവനും ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാലാണ് ഇവക്ക് മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. ഇനി ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഈ പ്രദേശങ്ങളിലും കാണപ്പെടുന്നുണ്ട് എന്ന് അർത്ഥം. ഇനി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കണം. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ഏതാണ്? സഹാറയാണ്. അപ്പോൾ അവിടെ സഹാറ എന്ന് എഴുതി കൊടുക്കുക. ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോ. ഉഷ്ണ മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം കോങ്കോ നദീതടം. വിശാലമായ പുൽമേടുകൾ സാവന്ന. ഓക്കെ, അപ്പോൾ ഈ 4 ആൻസർ അവിടെ എഴുതി കൊടുക്കുക. സഹാറ, കിളിമഞ്ചാരോ, കോങ്കോ നദീതടം, സാവന്ന, ഇതൊക്കെ എഴുതി കൊടുക്കുക. ഇനി അവിടുത്തെ കാലാവസ്ഥ, ആഫ്രിക്കയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം വ്യാപിച്ച് കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂടുകൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും പ്രാദേശിക വ്യതിയാനം പ്രകടമാണ്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിലും ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഇനി സസ്യജന്തുജാലങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖലാ മഴക്കാടുകളും. അതുകൊണ്ട് തന്നെ സെറംഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. അവിടെ ഉള്ളത് എന്തൊക്കെയാണ്? ബയോബാബ് എന്ന് പറയുന്ന വൃക്ഷം, അതുപോലെ കടുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ, ഇതൊക്കെ അവിടുത്തെ പ്രത്യേകതയാണ്. ആ നായയുടെ കാല് നോക്കൂ, വളരെ നീളം കൂടിയതാണ് അല്ലേ. ഇനി എന്താണ് സെറംഗെറ്റിയിലെ കാലിക കുടിയേറ്റം എന്ന് പറഞ്ഞാൽ സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറംഗെറ്റി എന്നുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം എന്ന് പറയുന്നത്. സെറംഗെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസല്ലുകളും പുതിയ മേച്ച് സ്ഥലങ്ങൾ തേടി ടാൻസാനിയക്കും കെനിയക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളം ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവികളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുടിയേറ്റം തന്നെയാണ് ഇത്. ഇനി അടുത്തത് അവിടുത്തെ ജനജീവിതം എങ്ങനെയുള്ളതാണ്? ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവായി നമ്മൾ നിലകൊള്ളുന്നതാണ്. ഇന്നും ഈജിപ്തിലെ പിരമിഡുകളൊക്കെ ഉള്ളത്, ഈജിപ്ത് എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ഭാഗമാണ്. ഇനി അടുത്തത് റോക്കി മുതൽ അപ്പലേച്ചിയൻ വരെ എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഏതിനെ കുറിച്ചിട്ടാണ്? നോക്കാം. ഗ്ലോബ് നിരീക്ഷിച്ച് പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം ഏതാണെന്ന് മനസ്സിലാക്കുക. ഏതാണത്? വടക്കേ അമേരിക്കയാണ്. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്ക രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ വടക്കേ അമേരിക്കയുടെ അതിരുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ വടക്കേ അമേരിക്ക എന്ന് പറയുന്നത് 2 പർവ്വത നിരകളായിട്ടുള്ള റോക്കി, അപ്പലേച്ചിയൻ എന്നിവയ്ക്ക് ഇടയിലാണുള്ളത്. അതുപോലെ തന്നെ അവിടെയുള്ള വലിയ പുൽമേടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ അതിരുകൾ എന്ന് പറയുന്നത് കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രം, പടിഞ്ഞാറ് പസഫിക് സമുദ്രം, വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് കിഴക്ക് ഭാഗത്ത് കരീബിയൻ കടലും തെക്കേ അമേരിക്കയുമാണ് ഉള്ളത്. ഇനി വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരകൾ നമ്മൾ പറഞ്ഞു, റോക്കി ആൻഡ് അപ്പലേച്ചിയൻ എന്നിവയാണ്. അറ്റ്ലസിൻ്റെ സഹായത്തോടെ ഈ പർവ്വതനിരകളുടെ സ്ഥാനം കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ
ഇതെന്താണ്? ഇത് ഫലഭൂയിഷ്ഠമായ സമതലങ്ങളാണ്, മഹാസമതലങ്ങളാണ്. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ എന്ന് പറയുന്നത്. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധ തടാകങ്ങളും ഇവിടെയാണ്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാന്യോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണെന്നാണ് പറയുന്നത്. എന്താണ് ഗ്രാൻഡ് കാന്യോൺ എന്നിവിടെ പറയുന്നുണ്ട്. ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്നത്. കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടം കൂടിയാണ്. ഇനി ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ധ്രുവ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. വടക്ക് നിന്നും തെക്കോട്ട് നീങ്ങും തോറും താരതമ്യേന ചൂട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇനി ഇവിടുത്തെ സസ്യജന്തുജാലങ്ങൾ എന്തൊക്കെയാണ്? വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക. പടിഞ്ഞാറ് ഭാഗത്തുള്ള സെക്വോയ വനങ്ങളും മഹാസമതലങ്ങളിലെ പുൽമേടുകളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? കാലിഫോർണിയയുടെ പോപ്പി എന്ന് പറയപ്പെടുന്ന ഈ ചെടി, അതുപോലെ തന്നെ സക്കാരോ കള്ളിച്ചെടി, മൂസ് എന്ന് പറയപ്പെടുന്ന ഒരു ജീവി, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ. ഇനി ജനജീവിതം എങ്ങനെയുള്ളതാണ്? അമേരിക്കൻ ഐക്യനാടുകളും കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ടതാണ്. ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അനുകൂല കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എക്സിമോകൾ ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് വടക്കേ അമേരിക്കയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്ന ടൂറിസ്റ്റ് ഗൈഡായി സങ്കല്പിച്ച് ഈ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു വിവരണം തയ്യാറാക്കാനാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിവരണം നമുക്ക് തയ്യാറാക്കി നോക്കാം. പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വത നിരകളാണ് റോക്കി, അപ്പലേച്ചിയൻ എന്നിവ. ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികളും പഞ്ചമഹാതടാകങ്ങളും ഉൾപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയുണ്ട്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാന്യോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1500 മീറ്ററിൽ കൂടുതൽ ആഴവുമുള്ള ഒരു വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി കൊളറാഡോ നദിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ താഴ്വര രൂപപ്പെട്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ട അമേരിക്കൻ ഐക്യനാടുകളും കാനഡയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞു മൂടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ ഈ ഭൂഖണ്ഡത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഒരു കുറിപ്പ് പോലെ എഴുതി തയ്യാറാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തത് ആമസോൺ തടത്തിൽ നിന്നും എന്നുള്ളതാണ്. ആമസോൺ മഴക്കാടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂമിയുടെ ശ്വാസകോശം എന്ന് ഇവയെ വിശേഷിപ്പിക്കാറുണ്ട്. ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലാണുള്ളത്. അറ്റ്ലസിന്റെ സഹായത്തോടെ തെക്കേ അമേരിക്കയുടെ സ്വാഭാവിക അതിരുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. അവിടെ കിഴക്കുള്ളത് അറ്റ്ലാന്റിക് സമുദ്രം, പടിഞ്ഞാറ് പസഫിക് സമുദ്രം, വടക്ക് അറ്റ്ലാന്റിക് സമുദ്രം, അതുപോലെ തെക്കുള്ളത് ദക്ഷിണ സമുദ്രം. ഇങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയാണ് ആൻഡീസും ഏറ്റവും വലിയ നദിയായ ആമസോണും ഇവിടെയാണുള്ളത്. അതിവിശാല ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിന്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു പ്രകൃതി സവിശേഷതയാണ്. അപ്പോൾ ആമസോൺ മഴക്കാടുകളും ആമസോൺ നദിയും ഉള്ളത് ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമയുള്ളതും ഇവിടെ തന്നെയാണ്.
ഇനി എങ്ങനെയുള്ളതാണ് ഇവിടുത്തെ കാലാവസ്ഥ? ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായ മഴയും ലഭിക്കുന്നു. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവ വൈവിധ്യ സമൃദ്ധമാണ്. ആമസോൺ വാട്ടർ ലില്ലി, ആനക്കോണ്ട മുതലായവയ്ക്ക് ഇവിടെ പ്രസിദ്ധമാണ്. തെക്കേ അമേരിക്കയിൽ ആൻഡീസ് പർവ്വതനിരകൾ ആൻഡിയൻ ലൂബിയൻ എന്ന പുഷ്പച്ചെടിയും ലാമ പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളിൽ ഒന്നാണ് തെക്കേ അമേരിക്കയിലെ പാന്റനൽ എന്ന് പറയുന്നത്. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, ആൻഡിയൻ ലൂബിയൻ എന്താണെന്നും ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര എന്നിവയുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നതല്ലേ അല്ലേ? അപ്പോൾ ഓരോ പ്രദേശത്തും അതിൻ്റെതായ സവിശേഷതയുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തെക്കേ അമേരിക്കയിലെ വിവിധ സസ്യജന്തുജാലങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തു നോക്കുക. ഇനി ജനജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. തെക്കേ അമേരിക്കയിലെ ജനങ്ങളിലധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവയിൽ ഏർപ്പെടുന്നവരാണ്. തദ്ദേശീയർ, യൂറോപ്യർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എന്നിവരുടെ സാന്നിധ്യത്തെ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇനി വെളുത്ത ഭൂഖണ്ഡത്തെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. മൈത്രി, ഭാരതി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വിവിധ പഠനങ്ങൾക്കായി ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. ഇവ ഏത് ഭൂഖണ്ഡത്തിലാണെന്നറിയോ? അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലാണ്. ഈ വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയിലാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും ഹിമപാളിയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? 98% വൻകര ഈ അന്റാർട്ടിക് ഭാഗങ്ങളിലാണ് ഉള്ളത്. ഇനി അടുത്തതായിട്ട് ചിത്രം 7.1.2 ഗ്ലോബും നിരീക്ഷിച്ച് അന്റാർട്ടിക്കയുടെ സ്ഥാനം കണ്ടെത്തൂ. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അപ്പോൾ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഫുള്ളും എന്താ പറയുന്നത്? ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഇവിടുത്തെ ഭൂപ്രകൃതി സവിശേഷതകളെ കുറിച്ച് നമുക്ക് നോക്കാം. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക് എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക് എന്നും വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അറ്റാർട്ടിക് ഉപദ്വീപ്. അറ്റാർട്ടിക്കിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാസിഫാണ്. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇനി ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുള്ളതാണ്? വർഷം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയുടെ സ്ഥാനം അതിൻ്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നു. ഇനി അവിടുത്തെ സസ്യജന്തുജാലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽ വർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. ഈ ഭൂഖണ്ഡത്തിൻ്റെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളുടെയും സീലുകളുടെയും ആവാസ കേന്ദ്രമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കൂ, ഇത്തരത്തിലുള്ള പായലുകൾ കാണപ്പെടാറുണ്ട്. അതുപോലെ പെൻഗ്വിന്, സീല്, ഇതൊക്കെയാണ് അന്റാർട്ടിക്കയിലുള്ളത്. കാരണം ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ്. അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്? അവിടെ ജനജീവിതം തീരെയില്ല. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഫുള്ള് മഞ്ഞായതുകൊണ്ടാണ്. പാരിസ്ഥിതിക സവിശേഷതകളെ കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രികരും മാത്രമാണ് അവിടെ എത്താറുള്ളത്. അല്ലാതെ സാധാരണ ആളുകളൊന്നും അവിടെ ജീവിക്കാറില്ല. ഇനി അടുത്തത് പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേതാണ് നാട്? നമുക്ക് നോക്കാം. സാഹസികരായ നാവികരുടെ ചരിത്രപ്രസിദ്ധമായ യാത്രകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിച്ചത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്ര മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം സമുദ്രമാർഗം ഇന്ത്യയിലേക്ക് എത്തിയ യാത്രകൾ എങ്ങനെയാണ്, അത് എത്രത്തോളം ചരിത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത്? യൂറോപ്പിൽ നിന്നാണ്. അപ്പോൾ പൗരാണിക സാഹസികരുടെ നാട് എന്ന് പറയുന്നത് ഏതാണ്? യൂറോപ്പാണ്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തെ സ്വാധീനിച്ച വാസ്കോഡ ഗാമയുടെ നാട്ടിലേക്ക് നമുക്കൊരു യാത്ര പോകാം. അപ്പോൾ എവിടെയാണ് യൂറോപ്പിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അതിരുകൾ എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? കിഴക്ക് ഏഷ്യയാണുള്ളത്, പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം, വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് ആഫ്രിക്ക. ഇങ്ങനെയാണ് യൂറോപ്പിൻ്റെ അതിർത്തികൾ ഉള്ളത്. ഇനി യൂറോപ്പിലെ ഭൂപ്രകൃതിയെ കുറിച്ചാണ് നോക്കുന്നത്. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്,
കാർപ്പാത്തിയൻ മുതലായവ നിരവധി പർവ്വത നിരകൾ യൂറോപ്പിലുണ്ട്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗെ, റൈന് തുടങ്ങിയവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. യൂറോപ്പിൽ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട്. കിഴക്ക് യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോഡുകൾ അഥവാ ഫിയോഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. എന്താണ് ഫിജോഡുകൾ അഥവാ ഫിയോഡുകൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതോ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചെരിവുകൾക്കിടയിലോ ഉള്ളതായിട്ട് ഇടുങ്ങിയ കടൽ തീരമാണ് ഫിയോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നോർവേയിലെ ഫിയോഡ് തീരമാണ് ഇവിടെ നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് യൂറോപ്പിൽ പൊതുവെ നമുക്കറിയാം മിതമായിട്ടുള്ള ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഈ വൻകരയുടെ വടക്കു ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞ് വീഴ്ച സാധാരണമാണ്. ഇനി അവിടുത്തെ സസ്യജന്തുജാലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. അപ്പോൾ ഓർക്ക് മരങ്ങൾ, അതുപോലെ തന്നെ ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്, ലിങ്കിസ് തുടങ്ങിയ സസ്യജന്തുജാലങ്ങൾ അവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി അവിടുത്തെ ജനജീവിതം എന്ന് പറയുന്നത് യൂറോപ്യർ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. ഇനി പാരീസ്, ലണ്ടന്, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല, ഫാഷൻ, സാങ്കേതിക വിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ്. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് യൂറോപ്പിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു കുറിപ്പായിട്ട് ജനജീവിതം, അതുപോലെ തന്നെ സസ്യജന്തുജാലങ്ങൾ, കാലാവസ്ഥ, ഭൂപ്രകൃതി ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെക്കുറിച്ചുള്ള കുറിപ്പായിട്ട് പറയാൻ വേണ്ടി പറ്റും. അടുത്തത് സഞ്ചി മൃഗങ്ങളുടെ നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സവിശേഷതകൾ ധാരാളമുള്ള മൃഗമാണല്ലോ കങ്കാരു. ഇവ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം. അറ്റ്ലസിൽ നിന്നും ഓസ്ട്രേലിയയുടെ സ്വാഭാവിക അതിരുകൾ തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ അതിരുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വടക്ക് ഏഷ്യയാണ്, തെക്ക് അന്റാർട്ടിക്കയാണ്, കിഴക്ക് പസഫിക് സമുദ്രമാണ്, പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂഖണ്ഡം. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിൽ ഒന്നാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. മുറേ ഡാർലിൻ നദീതടം ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ്. ഇനി ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂഖണ്ഡത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ചയുടെ തീവ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇനി ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളെ ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന്റെ കാരണമാണ്. ഇനി മാർസുപ്പിലിയകളുടെ മുട്ടയിടുന്ന സസ്തനികളും ഇതിന് ഉദാഹരണമാണ്. ഇനി ഓസ്ട്രേലിയയിലെ ചില ജന്തുജാലങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗമാണ് മാർസുപ്പിലിയലുകൾ എന്ന് പറയുന്നത്. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരു അല്ലെങ്കിൽ ആല എന്നിവ മാർസുപ്പിയലുകൾക്ക് ഉദാഹരണമാണ്. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനികളായ പ്ലാറ്റിബസും എക്റ്റിനയും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നു. മറ്റു ജീവികൾ ആണ്. ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളിൽ യൂക്കാലിപ്സ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യ ഉൾപ്പെടുന്ന മരങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലാറ്റിബസ്, അതുപോലെ തന്നെ എക്ഡിന, കൊആല, യൂക്കാലിപ്സ്, അക്വേഷ്യ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ജനജീവിതം എന്ന് പറയുന്നത് ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അവിടുത്തെ തദ്ദേശീയരായ ഗോത്ര വിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിന് ഉടമകളാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്. ഇനി ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റാണ്. മരുഭൂമി ഏതാണ്? ഗ്രേറ്റ് വിക്ടോറിയയാണ്. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ഫലഭൂയിഷ്ഠമായ നദീതടം മുറേ ഡാർലിൻ നദീതടമാണ്. പർവ്വതനിര എന്ന് പറയുന്നത് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് ആണ്. ഇനി ഓരോ ഭൂഖണ്ഡവും തനത് ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡം സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ ഏത് ഭൂഖണ്ഡമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഏതാണ്? അതുപോലെ തെക്കേ അമേരിക്കയിലെ മഴക്കാടുകൾ സന്ദർശിക്കുമോ, ഏഷ്യയിലെ പർവ്വതങ്ങൾ കീഴടക്കുമോ, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലെ അതിശൈത്യ
അതിശൈത്യത്തിൽ സധൈര്യം തേടുമ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക്, എവിടെ പോകാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ലോകമാണ്, നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സ്. ഇനി പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് 8th ചാപ്റ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.